തൃശൂർ കളക്ടറേറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. യുഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ചാണ് മാർച്ച്. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഡിവൈഎഫ്ഐ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലാല് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. എന്തായാലും പടിഞ്ഞാറക്കോട്ടയിൽ നിന്നാണ് കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് മാർച്ച്. സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചിന് അതിന്റെ ഭാഗമായിട്ടായിരുന്നു തൃശ്ശൂരിലേക്ക് മാർച്ച്. കളക്ടറേറ്റിലേക്ക് മാർച്ച് എത്തി. പോലീസ് കളക്ടറേറ്റ് പടിക്കൽ ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആദ്യഘട്ടത്തിൽ ഏറെ നേരം ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ജലപീരങ്കി നിർത്തി. പിന്നീട് സമരക്കാർ വീണ്ടും അതേ പ്രവൃത്തി തന്നെ തുടർന്നു. ബാരിക്കേഡ് മറികടക്കാൻ വീണ്ടും ശ്രമം നടത്തി. അതോടെ വീണ്ടും രണ്ടാമതും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതും ഏറെ നേരം നീണ്ടു നിന്നു. ഒടുവിൽ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് സമരക്കാർ കടന്നു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച ശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നിർത്തി ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലാൽ മാർച്ച് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും ബാരിക്കേഡ് മറികടന്ന് കളക്ടറേറ്റിലെ കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ള ആശങ്ക പോലീസിനുണ്ട്. എന്തായാലും പോലീസ് സന്നാഹം ഉണ്ട്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിനകത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപ്തി. ശരി, എന്തായാലും തൃശൂർ കളക്ടറേറ്റിലേക്കാണ് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായത്. യുഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഡിവൈഎഫ്ഐയുടെ മാർച്ചിലേക്കാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. തൃശൂർ കളക്ടറേറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. യുഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.